2002 ഞാൻ നിലമ്പൂർ സർക്കിൾ ഇൻസ്പെക്ടറായിരിക്കുമ്പോൾ അന്വേഷിച്ച ഒരു ബലാത്സംഗ കേസുണ്ട്. ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷനിലാണ്. കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് സംഭവസ്ഥലം നിലമ്പൂരാണ് എന്ന് പറഞ്ഞിട്ടാണ് നിലമ്പൂരിലേക്ക് അയച്ചത്. അതിൻ്റെ യഥാർത്ഥ സംഗതി, റഹ്മ എന്ന് പറയുന്ന സ്ത്രീയെ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ അവരുടെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്ന അയാൾ സ്ഥലം വിട്ടു. അപ്പോൾ വീട്ടുകാർ വന്ന് പണമടച്ചു. അവരെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ വീട്ടുകാരും റഹീമയും കൂടെയാണ് അന്വേഷിയുടെ അജിതയെ കാണുന്നത്. അപ്പോൾ അവരോടൻ തന്നെ ഇവരെ കൂട്ടി കമ്മീഷണറെ കാണാൻ പോയി. കമ്മീഷണർ പറഞ്ഞ ഉടൻ തന്നെ ഒരു കേസ് എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടത്. അപ്പോൾ അവരുടെ പരാതി എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഭർത്താവും നിലമ്പൂരിലുള്ള മായിൻ എന്ന് പറയുന്ന ഒരാളും കൂടി കൂട്ടുനിന്ന് 11 ആളുകൾ നിലമ്പൂരിൽ വെച്ച് അവരെ ബലാത്സംഗം ചെയ്തു എന്നതാണ് സംഗതി. അത് ആ കേസ് അന്വേഷിക്കാൻ അയച്ചു കിട്ടിയെങ്കിലും സംഭവസ്ഥലം ഒരു ഒഫൻസ് തുടങ്ങുന്നത് എവിടെയാണോ അവിടെ വേണമെങ്കിലും കേസ് അന്വേഷിക്കുക, അവസാനിക്കുന്നത് എവിടെയാണോ അവിടെ വേണമെങ്കിലും അയക്കുക, അല്ലെങ്കിൽ ഇടയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ആ ഭാഗത്തും ആ പോലീസ് സ്റ്റേഷനിലും കേസ് അന്വേഷിക്കാവുന്നതാണ്. എന്നാൽ ഈ കേസ് സംഭവസ്ഥലം നിലമ്പൂരാണെന്നും പറഞ്ഞ് FIR നിലമ്പൂരിലേക്ക് അയച്ചത് ഞാൻ അതുപോലെ തന്നെ മടക്കി അയച്ചു, കോഴിക്കോടിന് മടക്കി അയച്ചു. ഇതിൻ്റെ ഒഫൻസ് തുടങ്ങുന്നത് ബലാത്സംഗം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്ത്രീയെ കൂട്ടിക്കൊണ്ടു വന്നത് കോഴിക്കോട് നിന്നാണ്. അത് കോഴിക്കോട് വേണമെങ്കിൽ അന്വേഷിക്കാവുന്നുള്ളതുകൊണ്ട് 1 മാസത്തേക്ക് പ്രത്യേകിച്ച് യാതൊരു അനക്കവും കണ്ടില്ല. അപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ ആ കേസ് ഫയൽ അതുപോലെ വീണ്ടും വന്നു, നിലമ്പൂർ തന്നെ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മലപ്പുറം SP എന്നെ വിളിച്ച് പറഞ്ഞ്, എടാ അവരെല്ലാം ഡയറക്റ്റ് IPSകാരാണ്, നിൻ്റെ പേര് ഞാൻ നടപടിയൊന്നും വേണ്ട, നീ ആ കേസ് അങ്ങ് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ കേസ് അതുകൊണ്ട് തന്നെ SP നിർദ്ദേശപ്രകാരം രണ്ടാമത് ഫയൽ വന്നപ്പോൾ ഞാൻ കേസ് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അന്വേഷിച്ചപ്പം വെളിവായ കാര്യങ്ങൾ, തിരൂരുള്ള റഹീം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ ഒരു കല്യാണമൊക്കെ കഴിച്ച്, അയാൾക്ക് ഗൾഫിലാണ് ജോലി, കല്യാണമൊക്കെ കഴിച്ച് തിരൂർ അയാൾ കുടുംബമായിട്ട് താമസിക്കുകയാണ്. അപ്പോൾ ഈ റഹ്മ എന്ന് പറയുന്ന സ്ത്രീയെ അവർ കോഴിക്കോട് വെള്ളൈക്കടപ്പുറത്തുള്ളതാണ്. ഈ വെള്ളൈക്കടപ്പുറത്ത് നിന്ന് ഉള്ള റഹീമയെ ഈ റഹീം എങ്ങനെയോ പരിചയപ്പെടുകയും അങ്ങനെ അയാൾ ആ വീട്ടിലെ അന്തേവാസിയാവുകയും റഹീമയുടെ വാപ്പ അവരെ നിക്കാഹ് കഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവിടുത്തെ ആ ജില്ലയിലെ ഒരു സാഹചര്യം അനുസരിച്ച് ഒന്നിലധികം ഭാര്യമാരൊക്കെ ഉള്ള വളരെയധികം ആൾക്കാരുണ്ട്. റഹീമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒറിജിനൽ ഭാര്യ തിരൂരും, ഇത് രണ്ടാമത്തെ ഭാര്യ വെള്ളൈക്കടപ്പുറത്തുമായിട്ട് അങ്ങനെ താമസിക്കുകയായിരുന്നു. അപ്പോൾ ഇയാൾ ഗൾഫിൽ പോയിട്ട് വരുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് വരികയും അവിടെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ കഴിയും. ഊട്ടിയിലോ എവിടെയെങ്കിലും ടൂർ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച വന്ന് റഹീമയുടെ കൂടെ താമസിക്കുകയും ചെയ്യും. അപ്പോൾ റഹീമയ്ക്കറിയാം ഒറിജിനൽ ഭാര്യയും മക്കളും വേറെ ഉണ്ടെന്ന്. പക്ഷെ ഒറിജിനൽ ഭാര്യയ്ക്ക് അറിയത്തില്ല റഹീമയെ കല്യാണം കഴിച്ച കാര്യം. അപ്പോൾ ഒറിജിനൽ ഭാര്യ വേറെ ആയതുകൊണ്ട് തന്നെ റഹീമയോട് ഈ റഹീമിന് അത്ര വലിയ കടപ്പാടോ ബാധ്യതയൊന്നും ഉള്ളതായി തോന്നുന്നില്ല കേസ് അന്വേഷിച്ചതിൽ. ഈ റഹീം ജോലി ചെയ്യുന്ന ഗൾഫിൽ ഒരു അറബിയുടെ കൂടെയാണ്. അപ്പോൾ അറബിക്ക് കുട്ടികളില്ല. അറബി റഹീമിനെ വിളിച്ച് പറഞ്ഞ്, എടാ എനിക്ക് എൻ്റേതായ ഒരു കുട്ടി വേണം, നീ നാട്ടിൽ പോയിട്ട് അവധിക്ക് വരുമ്പോൾ ഒരു സ്ത്രീയെ കൊണ്ടുവരണം, ഒരു കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പോകാം, അവർ വന്ന് അവരെ നിൻ്റെ കൂടെ താമസിപ്പിക്കണം, ഞാൻ ഇന്ന് രാത്രി വന്ന് അവരോടൊപ്പം കഴിയും, അവർക്ക് പ്രസവിച്ചിട്ട് പോകുമ്പോൾ അവർക്ക് അന്നത്തെ കാലത്ത് 5 ലക്ഷം രൂപ വലിയ തുകയാണ്, 5 ലക്ഷം രൂപയും കൊടുക്കും, അവർക്ക് പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ മടങ്ങിപ്പോകാം. അപ്പോൾ റഹീമിനെ സംബന്ധിച്ചിടത്തോളം
ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അയാൾക്ക് തോന്നിയത്. പൈസ എന്തിനാ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്, അയാളുടെ രണ്ടാം ഭാര്യയ്ക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി റഹീം നാട്ടിൽ വന്നിട്ട് ഈ റഹിമയെ കൂട്ടി നേരെ നിലമ്പൂരിന് വന്നു. അപ്പോൾ റഹിമയോട് വിവരം പറഞ്ഞിരുന്നു, ഇങ്ങനെ നമ്മൾ പോകുന്ന പർപ്പസ് ഇതാണ്, നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പോകുന്നത്, പല ആളുകളും നിൻ്റെ അടുത്ത് വരും, പൈസ വാങ്ങിച്ചിട്ടാണ് അവരോടൊപ്പം സഹകരിക്കേണ്ടത്. ഇതെല്ലാം പറഞ്ഞിട്ടാണ് റഹിമയെ കൂട്ടിക്കൊണ്ടു. ഇതിനെല്ലാം റഹിമ തയ്യാറുമായിരുന്നു. കാര്യം അവർക്ക് ഗൾഫിൽ പോകാനും പൈസ കിട്ടാനും ഒക്കെ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ഗൾഫിൽ പോകുന്നതിന് വേണ്ടി പണം വേണം. പണം വേണമെങ്കിൽ റഹിമ തൽക്കാലം സ്വന്തം ശരീരം വിൽക്കേണ്ടി വരുമെന്ന് റഹീം പറഞ്ഞു. റഹീം അതിന് തയ്യാറായിരുന്നു. കാര്യം ഗൾഫിൽ പോകാൻ വിസയ്ക്ക് കാശ് വേണം, ഫ്ലൈറ്റ് ടിക്കറ്റിന് കാശ് വേണം, ഇതെല്ലാം ഇവിടുന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ അതനുസരിച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് റഹീമും റഹിമയും നിലമ്പൂരിന് വരുന്നത്. അവിടെ വന്ന് മായിൻ എന്ന് പറയുന്ന ഒരു പാവം പിടിച്ച ഒരു മനുഷ്യൻ, അയാൾ അത്യാവശ്യം ഈ ചെറിയ രീതിയിലുള്ള വീട് വാടകയ്ക്ക് എടുത്തു കൊടുക്കുക, ചെറിയ രീതിയിലുള്ള വസ്തു കച്ചവടം ചെയ്തുള്ള ബ്രോക്കറേജ്, വല്ല മോട്ടോർ സൈക്കിളോ വല്ലതും കിട്ടുന്ന കമ്മീഷൻ, അങ്ങനെയുള്ള ചെറിയ രീതിയിലൊരു കച്ചവട കമ്മീഷനും ഒക്കെ ആയിട്ട് കഴിയുന്നൊരു പാവം പിടിച്ചൊരു മനുഷ്യനാണ് മായിന്. ഇയാൾ റഹിമയും കൂടെ നിലമ്പൂർ വന്നിട്ട് മായിനോട് പറഞ്ഞു, ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുക്കണം, അപ്പോൾ ഇന്നതാണ് ഉദ്ദേശമെന്ന് പറഞ്ഞു. അപ്പോൾ മായിൻ ആരെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ട് വരണം, പൈസ വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അതനുസരിച്ച് റഹീമും റഹിമയും നിലമ്പൂർ വന്നിട്ട്, നിലമ്പൂരിലെ ഇച്ചിരി ഉൾഗ്രാമത്തിൽ തന്നെയാണ് ഒരു സ്ഥലത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിച്ച് മായിൻ അത്യാവശ്യം ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു. ഒരാഴ്ചയോളം അവിടെ താമസിച്ച സമയം കൊണ്ട് 11 ആളുകൾ റഹീമയുടെ അടുത്ത് വന്നു പോയി. ഓരോ ആൾക്കാരിൽ നിന്ന് റഹിമ വാങ്ങിച്ചത് 1000 രൂപ വീതമായിരുന്നു. അങ്ങനെ 11,000 രൂപ അവർ സമ്പാദിച്ചു. അതിൽ നിസ്സാരമായ ഏതൊരു തുക മായിന് കൊടുത്തിട്ട് ഒരാഴ്ച ആയപ്പോഴത്തേക്ക് റഹിമ പറഞ്ഞു, ഇനി നമുക്ക് വീട്ടിലൊന്ന് പോകാം കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും കൂടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പെട്ടെന്ന് റഹിമ ബോധം കെട്ട് ബസ്സിൽ വീഴുകയായിരുന്നു. ഉടൻ തന്നെ റഹീം അവരെ മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. എന്നിട്ട് ഈ പൈസയായിട്ട് റഹീം മുങ്ങുകയായിരുന്നു. അപ്പോഴാണ് വീട്ടുകാർ ഇടപെട്ടതും ഇത് കേസാക്കിയതും ഈ അന്വേഷണത്തിന് FIR ആയി ഈ ഫയൽ എനിക്ക് അയച്ചു തന്നത്. ഇതിനകത്ത് റഹീമിൻ്റെ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ റഹീം ഗൾഫിലേക്ക് പോയി കഴിഞ്ഞതായിട്ടാണ് വിവരം കിട്ടിയത്. ഈ 11 പേര് ആരൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. കണ്ടാലറിയാവുന്ന 11 ആളുകൾ എന്നാണ് റഹിമ FIR പറഞ്ഞിരിക്കുന്നത്. ഈ കണ്ടാൽ അറിയാവുന്ന 11 ആളുകൾ ആരാണെന്ന് റഹിമ തന്നെ കണ്ടറിയണം, നമുക്കറിയില്ല. പിന്നെ ആകെ അറിയാവുന്ന ഒരേ ഒരാൾ മായിനാണ്. അപ്പം ഞാൻ മായിനെ കൂട്ടിക്കൊണ്ട് വന്ന് ചോദിച്ചു. മായിൻ പറഞ്ഞു, സാറേ കാര്യം ശരിയാണ്, പക്ഷെ അവിടെ ഒരു ബലാത്സംഗവും നടന്നില്ല. അവർക്ക് ആളുകളെ വേണമെന്ന് പറഞ്ഞു, ഞാൻ കൂട്ടിക്കൊണ്ട് വന്നു, എനിക്കതിന് ചെറിയ തോതിൽ കമ്മീഷനും തന്നു. അവരുടെ ഇഷ്ടപ്രകാരമാണ് ഇത് മുഴുവനും നടന്നത്. സംഗതി നടന്നു എന്നുള്ളത് സത്യമാണ്. അപ്പം ഞാൻ മായനോട് പറഞ്ഞു, മായൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പെണ്ണ് പറയുകയാണ് 11 പേര് അവളെ ബലാത്സംഗം ചെയ്ത് മായനൊക്കെ അതിന് കൂട്ടു നിന്നു എന്ന് പറയുമ്പോൾ ഒരു പെണ്ണാണ് തീരുമാനിക്കണം അവൻ്റെ ബലാത്സംഗമാണോ അല്ലയോ എന്നുള്ളത്. നമ്മൾക്കാർക്ക് അത് തീരുമാനിക്കാൻ അവകാശമില്ല. അതുകൊണ്ട് അവൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നാണ് അവൾ പറയുന്നത്. അതുകൊണ്ട് ഈ 11 ആൾക്കാരും പ്രതികളാണ്. ഈ 11 ആൾക്കാരെ മായിൻ കാണിച്ചു തരണം. മായിന് മാത്രമേ അത് അറിയുള്ളൂ. റഹിമയ്ക്ക് പോലും കണ്ടാലേ അറിയുള്ളൂ. അവരുടെ വീട് എവിടെയാണെന്നോ ആളാരാണെന്നോ അറിയില്ല. മായിൻ പറഞ്ഞു, സാറേ ഞാൻ കാണിച്ചു തരാം, 11 പേരെ എനിക്കറിയാവുന്ന ആൾക്കാരാണ്, ഞാൻ വന്ന് കാണിച്ചു തരാം. മായിനെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് ഞാൻ മായിൻ പറഞ്ഞതനുസരിച്ച് ഓരോ സ്ഥലങ്ങളിലായിട്ട് പോയി. അതൊരു നൊയമ്പ് സീസണായിരുന്നു, പെരുന്നാളിന് തൊട്ട് മുമ്പുള്ള നൊയമ്പിൻ്റെ കാലം.
11 പേരുള്ളതിൽ 9 പേരെയും കിട്ടി. പലയിടത്തു നിന്നും വലിയ ഒച്ചയും ബഹളവും ഉണ്ടാക്കാതെയാണ് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. കാര്യം നൊയമ്പ് സീസണാണ്. ഇതെല്ലാം തന്നെ മുസ്ലിമായിട്ടുള്ള ആൾക്കാരാണ്, മിക്കവാറും എല്ലാവരും ഹാജിയാരുമാരാണ്. അപ്പോൾ വലിയ ഒച്ചയും ബഹളവും ഉണ്ടാക്കാതെ കാര്യങ്ങൾ തീരണമെന്നല്ലേ 9 പേരെയും കൂട്ടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നു. 9 പേരെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ ഞാനൊരു ജീപ്പും കൊടുത്ത് എൻ്റെ ഒരു പോലീസുകാരനെ വെള്ളയിക്കടപ്പുറത്തേക്ക് അയച്ചു, റഹിമയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി. റഹിമയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയ പോലീസുകാരൻ വന്ന് പറഞ്ഞത്, സാറേ റഹിമ ഇന്ന് വരത്തില്ല, നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു എന്നാണ്. 9 പേര്, നൊയമ്പ് സീസൺ, മുസ്ലിം ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം, നൊയമ്പ് സമയമായതിനാൽ എവരുടെയൊക്കെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ബാധ്യത എനിക്കായി. പോലീസ് സ്റ്റേഷനിൽ തന്നെ നൊയമ്പ് മുറിക്കാനും നിസ്കരിക്കാനുമുള്ള സൗകര്യം ഞാൻ ചെയ്തു കൊടുത്തു. എന്നിട്ട് 9 പേരെയും അവിടെ സൂക്ഷിച്ചു. അവരെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തില്ല. കാര്യം റഹിമ വന്ന് ഈ ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ബലാത്സംഗം ചെയ്തതെന്ന് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ അവരെ പ്രതിയാക്കുന്നത്? അതുകൊണ്ട് റഹിമയ്ക്ക് വേണ്ടി അവർ 9 പേരെയും അന്ന് സ്റ്റേഷനിൽ സൂക്ഷിച്ചു. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995442222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അടുത്ത ദിവസം രാവിലെ ആയിട്ട് റഹിമ വരുന്നില്ല. റഹിമയ്ക്ക് വേണ്ടി ഞാൻ വീണ്ടും ആളിനെ വണ്ടി കൊടുത്തയച്ചു കോഴിക്കോട്ടേക്ക്. അപ്പോൾ റഹിമയുടെ ഉമ്മ പറഞ്ഞത്, റഹിമയുടെ ഉമ്മ ഗൾഫിൽ വീട്ടുജോലിക്കാരിയായി ജോലി ചെയ്യുകയാണ്. അവർ ആ സമയത്ത് അവധിക്ക് വന്നിട്ടുള്ള സമയമാണ്. അവർ പറഞ്ഞത്, റഹിമ രാവിലെ തന്നെ ഇവിടുന്ന് തിരിച്ചല്ലോ, കൂടെ കരീമും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, കരീം ആരാണെന്ന്. കരീം റഹിമയുടെ പുതിയ കാമുകനാണ്. അയാൾ വിവാഹം കഴിക്കാനിരിക്കുകയാണ്. അവർ രണ്ടുപേരും ഇവിടുന്ന് രാവിലെ തന്നെ അങ്ങോട്ട് വരാനാണെന്നും പറഞ്ഞ് തിരിച്ചല്ലോ. പക്ഷേ റഹിമ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. ഞാൻ നോക്കിയിരുന്നിട്ട് റഹിമയെ കാണാനല്ല, റഹിമയുടെ വീട്ടിലുമില്ല. റഹിമയുടെ ഉമ്മ പോലീസ് സ്റ്റേഷനിൽ വന്നു. റഹിമയുടെ ഉമ്മ വന്നിട്ട് പറഞ്ഞു, സാറേ രാവിലെ തിരിച്ച് അവർ വന്നില്ലെങ്കിൽ ഇനി അവർ വേറെ എവിടെയോ പോയതാണ്, അവർ വരാൻ സാധ്യതയില്ല. വൈകുന്നവരെ ഞാൻ ഈ 9 പേരെയും പോലീസ് സ്റ്റേഷനിൽ വെച്ചു. ഞാൻ SP വിളിച്ചു. SP-യോട് പറഞ്ഞു, സാർ ഈ 9 പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുകയാണ്. അവർ റഹിമ വന്ന് പ്രതികളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല ഇതുവരെ. ഐഡൻറ്റിഫൈ ചെയ്യാത്തുള്ളൂ ഇവർ പ്രതികളാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? നൊയമ്പ് സീസണാണ്. ഇത് വളരെ സെൻസേഷനായ ഒരു സംഗതിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റഹിമ തിരിച്ചറിയാത്തിടത്തോളം നീ എവരാരും പ്രതിയാണെന്ന് പറഞ്ഞ് കോടതിയിൽ ഹാജരാക്കണ്ട. കാരണം തോപ്പമ്പടി പോലീസ് സ്റ്റേഷനിൽ ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി. ഇങ്ങനെ കണ്ടാലറിയാവുന്ന ഒരു പ്രതിയെന്ന് പറഞ്ഞ് ഒരാളിനെ കോടതിയിൽ ഹാജരാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പരാതിക്കാരൻ പറഞ്ഞു ഇയാളല്ല എന്ന് പറഞ്ഞു. കംപ്ലൈൻറ്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ SIക്ക് അന്ന് സസ്പെൻഷൻ ആയതാണ്. അങ്ങനെ ഇരിക്കുന്നൊരു അവസരമാണ്. പോരായെങ്കിൽ ഈ ഐസ്ക്രീം കേസ്, കോഴിക്കോട് ഐസ്ക്രീം കേസ് കത്തി നിൽക്കുന്ന സമയം അത്. അപ്പോൾ എനിക്ക് ഐസ്ക്രീം കേസ് കത്തി നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ പ്രതികളെ വിടാൻ വയ്യ. കാര്യം പ്രതിയെ വിട്ടാൽ പറയും സർക്കിൾ ഇൻസ്പെക്ടർ പ്രതിക്ക് കൂട്ടു നിന്നിട്ട് പ്രതികളെല്ലാം പറഞ്ഞു വിട്ടു. കോടതിയിൽ ഹാജരാക്കാൻ വയ്യ. കാര്യം റഹിമ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാതെ ഇവർ പ്രതിയാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. മായൻ പറഞ്ഞതുകൊണ്ട്, മായൻ ഒരു കൂട്ടുപ്രതിയാണ്, മായൻ പറഞ്ഞുകൊണ്ട് മാത്രം അവരെ പ്രതിയാക്കാൻ കഴിയത്തില്ല. കംപ്ലൈനൻ്റാണ് പറയേണ്ടത് പ്രതിയാണെന്ന്. ഒരു കൂട്ടുപ്രതി പറഞ്ഞാൽ അത് നിലനിൽക്കില്ല. റഹിമയാണെങ്കിൽ ഹാജരാകുന്നതുമില്ല. അപ്പോൾ SP എന്നോട് പറഞ്ഞു, നീ ഒരിക്കലും അവരെ കോടതിയിൽ ഹാജരാക്കരുത്. കോടതിയിൽ ഹാജരാക്കി നാളെ റഹിമ വന്ന് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അൺഓതറൈസ്ഡായിട്ട് അവരെ കോടതിയിൽ ഹാജരാക്കി ഡീറ്റെയിൻ ചെയ്തതിന് സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം ഒരു കാര്യം അവരെ പറഞ്ഞയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ SP-യോട് ഞാൻ പറഞ്ഞു, സാർ ഇത് ഐസ്ക്രീം കേസിൻ്റെയൊക്കെ അറിയാമല്ലോ, നമ്മൾ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു ചെയ്ത് കഴിഞ്ഞാൽ പ്രതികളെ നമ്മൾ സഹായിച്ചെന്ന് വരും, അതൊരു ചീത്തപ്പേരാകും, അത് പിന്നീട് അതൊരു ബുദ്ധിമുട്ടാകും, പത്രത്തിലൊക്കെ വലിയ വാർത്ത വരുന്ന കാര്യമാണ്. അപ്പോൾ SP പറഞ്ഞത്, എനിക്കിങ്ങനെ പറയാനേ കഴിയൂ, അതല്ലെങ്കിൽ നീ അനുഭവിക്കേണ്ടി വരും.
അപ്പോൾ ഏതായാലും 9 പ്രതികളെയും ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളാരും പ്രതികളല്ലാഞ്ഞിട്ടല്ല, നൊയമ്പ് സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ നിങ്ങളെ വിട്ടയക്കുകയാണ്. റഹിമ വരാതാണെന്ന് അവരോട് പറയാൻ കഴിയില്ലല്ലോ. നൊയമ്പ് സീസൺ ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ വിട്ടയക്കുകയാണ്. നൊയമ്പ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരും നിങ്ങളെ അറസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തൽക്കാലം എഴുതി ഒപ്പിട്ടിട്ട് പൊക്കോ, ഇതൊരു നൊയമ്പ് ആയതുകൊണ്ട് ഒരു ചെറിയ കൺസെഷൻ ചെയ്തു തരുന്നതാണ് എന്ന് എൻ്റെ തടി തപ്പാൻ വേണ്ടി ഞാൻ അവരോടൊരു കള്ളം പറയേണ്ടി വന്നു. അങ്ങനെ 9 പേരെയും ഞാൻ പറഞ്ഞു വിട്ടു. അടുത്ത ദിവസങ്ങളിലൊക്കെ റഹിമയെ വീട്ടിൽ പോയി അന്വേഷിച്ചു, നാട് മുഴുവൻ അന്വേഷിച്ച് റഹിമയും കാണാനില്ല, കരീമിനെയും കാണാനില്ല. വീട്ടുകാർക്ക് ഒരു മറുപടി ഉണ്ടായിരുന്നുള്ളൂ, കരീമിനോടുകൂടി റഹിമ പോയി. പക്ഷെ റഹിമയെ കാണാനില്ല. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ റഹിമയും കരീമുമായിട്ട് വന്നു. സാറേ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഞാൻ കരീമിനെ കല്യാണം കഴിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളൊരു മൊഴി തന്നിട്ട് നിങ്ങളെ വിളിച്ചിട്ട് വരാതെ നിങ്ങൾ എവിടെ പോയിരുന്നതാണ്? അത് ഞങ്ങൾ പാലക്കാട് ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു. ഞാനും കരീമുമായിട്ട് കല്യാണം കഴിച്ചിട്ട് അവിടെ താമസിക്കുക. ഞങ്ങൾ അവിടെ ഒരു വീട് വാങ്ങിച്ചു, വിലയ്ക്ക് വാങ്ങിച്ചു, അവിടെ താമസിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ 11 പേര് നിങ്ങളെ ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥനായി ഞാനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പോയി? നിങ്ങൾ എന്തുകൊണ്ട് പ്രതികളെ കണ്ട് തിരിച്ചറിഞ്ഞില്ല? പറയും, സാറേ ആരും എന്നെ ബലാത്സംഗം ചെയ്തിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത്, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ ബലാത്സംഗം ചെയ്ത് 11 പേരെന്ന്. അത് അന്ന് ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ, എന്നെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. സാറേ, എന്നെ ബലാത്സംഗം ചെയ്തതെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ട, സാറ് തീരുമാനിച്ചാൽ മതിയോ? എന്നെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ല. എന്നെ ആകെ ബലാത്സംഗം ചെയ്തത് മായിൻ മാത്രമേ ഉള്ളൂ. എനിക്കത് കണ്ടിട്ട് അത്ഭുതം തോന്നി. കാര്യം വളരെ പ്രായമായ, വയസ്സായ, എണീറ്റ് നേരെ നിൽക്കാൻ വയ്യാത്ത ഒരു പാവം പിടിച്ച മനുഷ്യനാണ് മായിൻ. ഭർത്താവിൻ്റെ ഒത്താശയോടുകൂടി മായിൻ ബലാത്സംഗം ചെയ്തു എന്നുള്ളത് എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ സ്ത്രീ പറയുന്നത് 11 പേരും ബലാത്സംഗം ചെയ്തിട്ടില്ല, മായിൻ മാത്രമാണ് ബലാത്സംഗം ചെയ്തത്. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു അർത്ഥമുണ്ട്. എന്നെ ബലാത്സംഗം ചെയ്തതെന്ന് ഞാനാണോ തീരുമാനിക്കുന്നത്, സാറാണോ തീരുമാനിക്കുന്നത്? അതുകൊണ്ട് അവസാനം മായിൻ മാത്രമാവുക പ്രതിയെന്ന് ഞാൻ ഭയന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നോട് പറഞ്ഞ ഈ മൊഴി, അതായത് 11 പേര് ബലാത്സംഗം ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്ന മൊഴി ഒരു മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ പറയാൻ തയ്യാറുണ്ടോ? മജിസ്ട്രേറ്റിൻ്റെ മുന്നിലല്ല, ആരുടെ മുന്നിലും ഞാൻ പറയാം. എനിക്കല്ലേ പറയാൻ കഴിയുള്ളൂ എന്നെ അങ്ങനെ ബലാത്സംഗം ചെയ്തോ ഇല്ലയോ എന്ന്. ഞാൻ ആരുടെ മുന്നിൽ വേണമെങ്കിലും അത് വിളിച്ച് പറയാം. ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ കോടതിക്ക് എഴുതി കൊടുക്കാൻ പോവുകയാണ് നിങ്ങളുടെ മൊഴി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ മൊഴി റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ പറയുമെങ്കിൽ ഞാൻ അംഗീകരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ 11 പേരെ തിരിച്ചറിയേണ്ടി വരും. എവിടെ വേണമെങ്കിലും ഞാൻ പറയാം. ഞാൻ അതനുസരിച്ച് മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് റിക്വസ്റ്റ് കൊടുത്തു. ഈ സ്ത്രീയുടെ, റഹിമയുടെ മൊഴി 164 സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം മൊഴി റെക്കോർഡ് ചെയ്യണമെന്ന്. 164 CRPC പ്രകാരം. അതായത് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ സോമനസാലെ കൊടുക്കുന്ന മൊഴിയാണ് 164 സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം എടുക്കുന്നത്. അത് പോലീസിൻ്റെ മുമ്പിൽ തരുന്ന മൊഴി 162 CRPC പ്രകാരമാണ്. മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കൊടുക്കുന്നത് 164 CRPC പ്രകാരമാണ്. അങ്ങനെ 164 CRPC പ്രകാരം മൊഴി കൊടുക്കാൻ ഞാൻ മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് റിക്വസ്റ്റ് കൊടുത്തു. മജിസ്ട്രേറ്റ് ഉടൻ തന്നെ മഞ്ചേരിയിൽ ഫോറസ്റ്റ് മജിസ്ട്രേറ്റിന് അത് എൻഡോഴ്സ് ചെയ്തു. ഫോറസ്റ്റ് മജിസ്ട്രേറ്റ് റഹിമയ്ക്ക് സമൻസ് അയച്ചു മൊഴി തരാൻ വേണ്ടി. റഹിമ ഫോറസ്റ്റ് കോടതിയിൽ ഹാജരായി ഫോറസ്റ്റ് മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തു. ഫോറസ്റ്റ് മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴിയിലും റഹിമ പറയുന്നത് ഈ 11 പേരും ബലാത്സംഗം ചെയ്തിട്ടേ ഇല്ല, മായിൻ മാത്രമാണ് ബലാത്സംഗം ചെയ്തത്, മറ്റാരും അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. അപ്പം ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പി അവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് റഹിമയോട് ചോദിച്ചു, ഇങ്ങനെ ഇപ്പം മനസ്സ് മാറാനുള്ള കാര്യം എന്താണ്? അപ്പോൾ റഹിമ പറഞ്ഞത്, സാറേ ഈ 11 പേരും എന്നെ വന്ന് കണ്ടു. ആ 11 പേരും ഇവിടെയും കയ്യിൽ നിന്ന് ഞാൻ വില പറഞ്ഞ് പിന്നെ പൈസ വാങ്ങി, ബാർഗെയിൻ ചെയ്ത് പൈസ വാങ്ങി. കരീമിനൊപ്പം ഞാൻ അവർ തന്ന പൈസ കൊണ്ട് ഒരു വീട് വാങ്ങിച്ച് ഇപ്പോൾ പാലക്കാട് ജില്ലയിലാണ് താമസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 11 പേരും എന്നെ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്ന്.
ആ പൈസ വാങ്ങിച്ച വീട് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് അവരെന്നെ ഇങ്ങോട്ട് അന്വേഷിച്ച് വരികയായിരുന്നു, അവർ പ്രതിയാണെന്ന് അറിഞ്ഞുകൊണ്ട്. ഞാൻ ആ അവസരം ശരിക്കും മുതലാക്കി. ഞാൻ അവരോട് ശരിക്കും വിലപേശി തന്നെ കാശ് വാങ്ങിച്ചു, വീട് വാങ്ങിച്ചു. ഞാനും കരീമും ഇവിടെ സുഖമായി താമസിക്കുന്നു. എനിക്ക് അവരുടെ പേരിൽ പരാതിയില്ല. അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് മായനാണ്. ഞാൻ ചോദിച്ചു, യഥാർത്ഥത്തിൽ നീ സത്യമായി പറ, മായൻ നിന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ? മായൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അന്ന് ഈ റഹ്മ പോയി. അങ്ങനെ പറഞ്ഞ് റഹ്മ പോയിട്ട് കരീമും റഹ്മയും കൂടെ നേരെ ഗൾഫിന് പോകുമായിരുന്നു. മായനെ മാത്രം പ്രതിയാക്കി അവസാനം എനിക്ക് കോടതി ചാർജ് ഷീറ്റ് കൊടുക്കേണ്ടി വന്നു. കോടതി ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ സത്യത്തെ എനിക്ക് വല്ലാത്ത മനസ്താപം തോന്നി. മായനൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, ബലാത്സംഗം നടന്നിട്ടില്ലെന്നും എനിക്കറിയാം. പക്ഷേ ഒരു പെണ്ണ് പറയുകയാണ് അവരെ ഇയാൾ ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായ ഞാൻ എങ്ങനെ മറിച്ച് പറയും? അനുസരിച്ച് അതിനുശേഷം 3-4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് കോടതി കേസ് വിസ്താരം വന്നു. കേസ് വിസ്താരം പല പ്രാവശ്യം സമൻസ് അയച്ചെങ്കിലും റഹ്മ ഗൾഫിൽ നിന്ന് വന്നില്ല, കോടതി ഹാജരായതുമില്ല. ഒരിക്കൽ റഹ്മ ഹാജരായപ്പോൾ മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതിയിലായിരുന്നു വിസ്താരം. ജഡ്ജി ചോദിച്ചു, നിങ്ങളെ ബലാത്സംഗം ചെയ്തത് ശരിയല്ലേ എന്ന് ചോദിച്ചു. റഹ്മ പറഞ്ഞു, ശരിയാണ്. എത്ര പേര് ചെയ്തു? 11 പേര്. ആ 11 പേര് വലിയ വലിയ കാറുകളിലാണോ വന്നത്? അവരെല്ലാം വന്നത് വലിയ വലിയ കാറുകളിലാണ്. അവർ വലിയ പൈസക്കാരായിരുന്നു, വലിയ പൈസക്കാരായിരുന്നു. അപ്പോൾ റഹ്മ ആദ്യം പറഞ്ഞതിൽ നിന്നും രണ്ടാമത് പറഞ്ഞതിൽ നിന്നും വീണ്ടും മാറി മൂന്നാമതൊരു വെർഷനിൽ റഹ്മ എത്തി. അപ്പോൾ ഈ മായൻ നിങ്ങളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ? ഇല്ല, മായൻ ചെയ്തിട്ടില്ല, മറ്റ് 11 പേരാണ് ചെയ്തത്. ആ വലിയ പണക്കാരായതുകൊണ്ട് പോലീസ് ഒഴിവാക്കിയതല്ലേ? പറഞ്ഞായിരിക്കാം. അങ്ങനെ കോടതിയിൽ അവസാനം മായൻ മാത്രം കുറ്റവാളി എന്നുള്ള നിലയിൽ നിന്നും റഹ്മ മായനെയും സമീപിച്ചു. റഹ്മ പറഞ്ഞത്, എനിക്ക് 3 ലക്ഷം രൂപ എന്നാൽ മായനെയും കൂടെ ഒഴിവാക്കി ഞാൻ പറയാം. മായൻ പറഞ്ഞു, എനിക്ക് 3 ലക്ഷം രൂപ തരാനില്ല. 3 ലക്ഷം രൂപ പോയിട്ട് 3000 രൂപ തരാനില്ല. ഞാൻ താമസിക്കുന്ന ഒരു 10 സെൻറ്റും ഒരു ചെറിയ വീട്ടിലാണ്. നിനക്ക് നിർബന്ധമാണെങ്കിൽ ആ 10 സെൻറ്റ് ഞാൻ നിനക്ക് എഴുതി തരാം. ഞാനും ഭാര്യയും കുട്ടികളും വേറെ എങ്ങോട്ടെങ്കിലും പോകാം. അതിൽ കവിഞ്ഞ് എനിക്കൊന്നും എൻ്റെ കയ്യിൽ തരാനില്ല. നിരപരാധിയായി എന്നെ നീ കൊടുക്കുകയാണെന്നുള്ളത് എനിക്കും അറിയാം, നിനക്കും അറിയാം. റഹ്മ പറഞ്ഞാൽ നടക്കില്ല. എനിക്ക് പൈസ കിട്ടിയാൽ നിങ്ങളെ ഒഴിവാക്കും, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പേരും പറയും. അങ്ങനെ മായൻ മാത്രമാണെന്ന് ഉള്ള രീതിയിൽ കൊടുത്ത ആ ചാർജ് ഷീറ്റ് കോടതിക്ക് അവസാനം തിരുത്തി പറയണോ എന്ത് പറയണമെന്നോ ഇല്ലാത്തൊരവസ്ഥയിൽ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേര് സ്ട്രിക്ചർ എഴുതി. ആ സ്ട്രിക്ചറിൻ്റെ പുറത്ത് എൻ്റെ പേര് എത്രയും വേഗം നടപടിയെടുക്കണമെന്നും ഈ ബലാത്സംഗ കേസ് അട്ടിമറിച്ചെന്നും അതിന് DGPക്ക് എഴുതണം എന്നും പറഞ്ഞിട്ട് അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറെ ചുമതലപ്പെടുത്തി. പബ്ലിക് പ്രോസിക്യൂട്ടർ എനിക്കറിയാവുന്ന ആളായതുകൊണ്ടും എന്നോട് താല്പര്യമുള്ള ആളായതുകൊണ്ടും പുള്ളി കുറച്ച് ദിവസം അത് പിടിച്ചു വച്ചിരുന്നെങ്കിലും അധികം നീട്ടിവെക്കാൻ ആ ജഡ്ജി സമ്മതിച്ചില്ല. അദ്ദേഹം എനിക്കെതിരെ നടപടിക്ക് വേണ്ടി DGPക്ക് എഴുതണമെന്ന് നിർബന്ധം വെച്ച് അങ്ങനെ DGPക്ക് എൻ്റെ പേര് നടപടിക്ക് എഴുതി. ആ ജഡ്ജ്മെൻറ്റിലും വളരെ വ്യക്തമായിട്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മോശമായ ഇടപെടൽ കൊണ്ട് പ്രതികൾ കുറവ് ചെയ്യപ്പെട്ടു എന്ന് എഴുതി വെച്ചു. ആ ജഡ്ജ്മെൻറ്റിന് പിന്നീട് സ്ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുകയായിരുന്നു. മായനെ കോടതി വെറുതെ വിട്ടു. കാര്യം ജഡ്ജിനറിയാമായിരുന്നു മായൻ നിരപരാധിയാണ്. പക്ഷെ അതിനകത്ത് വളരെ സഹതാപകരമായ ഒരു കാര്യം, കോടതിയിൽ നിന്നിറങ്ങി ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി മായൻ മരണപ്പെട്ടു. ഈ കരീമും റഹ്മയും ഗൾഫിൽ സുഖമായി താമസിക്കുന്നു.
അയാളുടെ ഭർത്താവ് പിന്നെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, പിന്നെ അയാൾ വന്നിട്ടുണ്ടാവുമായിരിക്കും. അയാളുടെ പേരിലുള്ള ചാർജ് ഷീറ്റ് പിന്നെ വിസ്താരം നടന്നതായിട്ട് എനിക്കറിയില്ല. ആ കേസ് അവിടെ ക്ലോസ് ചെയ്തതായിട്ടാണ് അറിയുന്നത്. സ്വർണം എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് ഗുപ്തയ്ക്കോ ബിജുവിനോ അറിയില്ല. ആക്സിഡൻറ്റ് പറ്റിയപ്പം അതിൻ്റെ ബോക്സിൽ നിന്ന് തെറിച്ചു പോയതാണോ, ആക്സിഡൻറ്റ് പറ്റി റോഡിൽ കിടന്നപ്പോൾ വല്ലവരും തുറന്നെടുത്തുകൊണ്ട് പോയതാണോ, ഇനി പോലീസുകാർ മൗസറി എഴുതപ്പം പോലീസുകാരെടുത്ത് വീതം വെച്ചതാണോ, ഒന്നും എങ്ങനെ നഷ്ടപ്പെട്ടു എന്നറിയില്ല. ഏതായാലും ഒരു കാര്യം ബോധ്യമായി, സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു.